നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. IT സേവനങ്ങൾ കൃത്യമായി നൽകിയിട്ടുണ്ടെന്നും അതിനുള്ള പ്രതിഫലം മാത്രമാണ് ബാങ്ക് അക്കൗണ്ട് വഴി കൈപ്പറ്റിയതെന്നുമുള്ള വീണ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷന്റെയും ആദ്യം മുതലേയുള്ള പ്രതിരോധവാദങ്ങളെ അപ്പാടെ തള്ളിക്കളയുന്ന ശക്തമായ രേഖകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൈവശമുള്ളതായി സൂചനകൾ പുറത്തുവരുന്നത്. കള്ളപ്പണ നിരോധന നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ കൊച്ചിയിൽ നടക്കുന്ന ചോദ്യം ചെയ്യലിൽ ഏതെങ്കിലും തരത്തിലുള്ള പരസ്പര വിരുദ്ധമായ മറുപടികളാണ് ഉണ്ടാകുന്നത് എങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ മകൾ കൂടുതൽ പ്രതിരോധത്തിലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിൽ പരസ്പര വിരുദ്ധമായ ചില മൊഴികളാണ് പുറത്തു വരുന്നത് എന്ന സൂചനകൾ കൂടി വരുന്നുണ്ട്. കേന്ദ്ര ഏജൻസികളുടെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം എന്നാണ് മറ്റ് രാഷ്ട്രീയ കക്ഷികൾ ഒരേ സ്വരത്തിൽ ആരോപിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ കുടുംബത്തിലേക്ക് നേരിട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എത്തുന്നതോടുകൂടി കേരള രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ വൻ ചൂടേറിയ ചർച്ചകൾക്കാകും തുടക്കമാവുക. കള്ളപ്പണ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കേസായതിനാൽ ഈ ചോദ്യം ചെയ്യലിന് ശേഷം ED സ്വീകരിക്കാൻ പോകുന്ന തുടർ നടപടികൾ എന്താകുമെന്ന ഭയത്തിലും കടുത്ത ആശങ്കയിലുമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ. രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ മാസപ്പടി കേസിൽ EDയുടെ കടുത്ത ചോദ്യശരങ്ങളെ നേരിടാൻ എക്സാലോജിക് കമ്പനി ഉടമ വീണ ഒടുവിൽ ഇന്ന് കൊച്ചി ഓഫീസിൽ ഹാജരാവുകയും ചെയ്തു. രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയാകുന്നത് നാടകീയമായ അറസ്റ്റ് ഉണ്ടാകുമോ എന്ന ശക്തമായ സംശയമാണ്. ഭർത്താവും മുൻ മന്ത്രിയും ഇപ്പോഴത്തെ MLAയുമായ PA മുഹമ്മദ് റിയാസിനൊപ്പമാണ് വീണ ഓഫീസിൽ എത്തിയത്. വൻ രാഷ്ട്രീയ വിവാദമായി മാറിയ കേസിൽ പ്രതിപക്ഷ നേതാവിന്റെ മകളെ ചോദ്യം ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കൊച്ചിയിൽ അതീവ ശക്തമായ സുരക്ഷാ വലയമാണ് പൊതുജനങ്ങളെയും മാധ്യമങ്ങളെയും നിയന്ത്രിച്ച് കേരള പോലീസും കേന്ദ്ര ഏജൻസിയും ചേർന്ന് ഒരുക്കിയിട്ടുള്ളത്. നേരത്തെ ഈ മാസം 13-ാം തീയതി കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED വീണയ്ക്ക് കൃത്യമായ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ അന്ന് പെട്ടെന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് വീണ EDക്ക് മുന്നിൽ ഹാജരാകുന്നതിൽ നിന്നും താൽക്കാലികമായി ഒഴിഞ്ഞുമാറിയത്. വീണയുടെ അപേക്ഷ പരിഗണിച്ച അന്വേഷണ സംഘം പിന്നീട് ഇന്ന് ഹാജരാകാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളുടെ ആശ്വാസത്തിന് ശേഷം ED ഓഫീസിലേക്ക് എത്തിയ വീണയ്ക്ക് മുന്നിൽ നിർണായക ചോദ്യങ്ങളുടെ നീണ്ട നിരയാണ് ഡൽഹിയിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയിരിക്കുന്നത്. കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് എന്ന സ്വകാര്യ കരിമണൽ കമ്പനിയുമായി വീണയുടെ IT കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസ് നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചാണ് ED പ്രധാനമായും ചോദിച്ചറിയുന്നത്. നൽകാത്ത സേവനത്തിനാണ് മാസപ്പടി എന്ന വൻ തുക കൈപ്പറ്റിയത് എന്ന ആദായ നികുതി തർക്ക പരിഹാര ബോർഡിന്റെ കണ്ടെത്തലാണ് ഈ കള്ളപ്പണ വെളുപ്പിക്കൽ കേസിന് ആധാരം. ഈ പണത്തിന്റെ യഥാർത്ഥ ഉറവിടം വിനിയോഗവും ED വിശദമായി തന്നെ പരിശോധിക്കും. CMRL കമ്പനിയിൽ നിന്നും വ്യക്തിപരമായും കമ്പനിയുടെ പേരിലും വാങ്ങിയ തുകയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ, ഡിജിറ്റൽ തെളിവുകൾ എന്നിവ മുന്നിൽ വെച്ചാകും EDയുടെ ചോദ്യം ചെയ്യൽ. മുൻപ് CMRL ഉദ്യോഗസ്ഥർ നൽകിയ മൊഴിയും വീണയുടെ മൊഴിയും തമ്മിൽ ഒത്തുനോക്കാനാണ് ED ഉദ്യോഗസ്ഥരുടെ നീക്കം. കേസിൽ CMRL MD ശശിധരൻ കർത്തയുടെ കുടുംബാംഗങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച നിർണായക വിവരങ്ങളും വീണയ്ക്ക് മുന്നിൽ ED നിരത്തും. കഴിഞ്ഞ ചൊവ്വാഴ്ച ശശിധരൻ കർത്തയുടെ ഭാര്യ ജയ കർത്തയും മകൻ ശരൺ S കർത്തയും മണിക്കൂറുകളോളമാണ് ED കൊച്ചി ഓഫീസ് ചോദ്യം ചെയ്തത്. കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും വീണയുടെ കമ്പനിക്ക് നൽകിയ പണത്തിന്റെ കൃത്യമായ രേഖകളെക്കുറിച്ചും ഇവരിൽ നിന്നും അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞിരുന്നു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുമ്പോൾ വീണ നൽകുന്ന മറുപടികൾ കേസിൽ ഏറെ നിർണായകമാകും. കൊച്ചിയിൽ ഓഫീസിൽ രാവിലെ ആരംഭിച്ച ചോദ്യം ചെയ്യൽ എത്ര മണിക്കൂർ നീണ്ടു നിൽക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഡൽഹിയിൽ നിന്നുള്ള ഉന്നത ED ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് കൊച്ചിയിലെ പ്രത്യേക സംഘം അന്വേഷിക്കുന്നത്. ചോദ്യം ചെയ്യൽ പൂർത്തിയായതോടുകൂടി മാസപ്പടി കേസിലെ യഥാർത്ഥ നിഗൂഢതകളുടെ ചുരുളഴിയുമെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. കേരള ചരിത്രത്തിൽ തന്നെ വലിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറിയ ഈ കള്ളപ്പണ കേസിൽ കേന്ദ്ര ഏജൻസിക്ക് മുന്നിൽ നേരിട്ട് ഹാജരായി ചോദ്യം ചെയ്യലിന് വിധേയമാകുന്നതോടുകൂടി രാഷ്ട്രീയമായ വാദപ്രതിവാദങ്ങൾ മുറുകുകയാണ്. കേരള ചരിത്രത്തിൽ തന്നെ വലിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറിയ ഈ കള്ളപ്പണ കേസിൽ കേന്ദ്ര ഏജൻസിക്ക് മുന്നിൽ നേരിട്ട് ഹാജരായി ചോദ്യം ചെയ്യലിന് വിധേയരായതോടുകൂടി രാഷ്ട്രീയമായ വാദപ്രതിവാദങ്ങൾ മുറുകുകയാണ്. വീണ വിജയന്റെ ഇന്നത്തെ മൊഴികളുടെ ഉള്ളടക്കം പുറത്തുവരുന്നതോടുകൂടി സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഗതി തന്നെ മാറിമറിയുമ്പോൾ എക്സാലോജിക് CMRL ഇടപാടിൽ പ്രതിപക്ഷ നേതാവിന്റെ മകൾ വീണയെ ED വീണ്ടും ചോദ്യം ചെയ്യുമ്പോൾ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി നേരിട്ട കള്ളപ്പണ കേസുമായുള്ള താരതമ്യവും വ്യത്യാസവും ചർച്ചയാവുകയാണ്. മക്കൾക്കിടയിലെ വേർതിരിവ് തന്നെയാണ് അതിൽ പ്രധാനം.
കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ അന്വേഷണം നേരിട്ടപ്പോൾ പാർട്ടി ഇടപെടാതിരിക്കുകയും പിണറായിയുടെ മകൾ അന്വേഷണം നേരിട്ടപ്പോൾ ഇഡി തെരുവിൽ ആക്രമിക്കുകയും ചെയ്തതോടുകൂടിയാണ് കേസിലെ താരതമ്യം കൂടുതൽ ചർച്ചയായത്. എന്താണ് രണ്ടു കേസുകളും തമ്മിലുള്ള വ്യത്യാസവും സാമ്യവും? ബിനീഷും വീണയും കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട ഇടതുപക്ഷ നേതാക്കളുടെ മക്കളാണ് എന്നതാണ് പ്രധാന സാമ്യം. കേസിൽപ്പെട്ടപ്പോൾ ഇരുവരുടെയും പിതാക്കന്മാർ CPM PB അംഗങ്ങളായിരുന്നു. വീണ വിജയൻ കള്ളപ്പണ കേസിൽ പെട്ടത് ഈ പണം വാങ്ങിയതിനും ബിനീഷ് പെട്ടത് പണം നൽകിയതിനുമാണ്. കള്ളപ്പണ കേസും വീണയും ബിനീഷും തമ്മിൽ നമുക്ക് നോക്കാം. ഒരു അക്കൗണ്ടിൽ നിന്നും പണം വാങ്ങുകയും പൈസ ആ പണം വാങ്ങിയ അക്കൗണ്ടിലേക്ക് തിരികെ നൽകുകയും ചെയ്യുമ്പോൾ അത് സോഴ്സ് എന്താണ് എന്ന് കൃത്യമായി കാണിക്കണം. തിരികെ നൽകുന്ന പണത്തിന്റെ സോഴ്സ് കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് മണി ലോണ്ടറിംഗ് അഥവാ കള്ളപ്പണ ഇടപാടായി രേഖപ്പെടുത്താം. CMRLുമായി ബന്ധപ്പെട്ടുള്ള കമ്പനിയിൽ നിന്ന് വീണ പണം വാങ്ങുകയും അത് തിരിച്ചു നൽകുകയും ചെയ്തപ്പോൾ അതിന്റെ ഉറവിടം കൃത്യമായി ചൂണ്ടിക്കാണിക്കാനാണ് ആയിട്ടില്ല എന്നതാണ് വീണയുടെ പ്രതിസന്ധി. ബിനീഷ് സുഹൃത്തിനാണ് പണം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കൊടുത്ത പണത്തിന് പൂർണ്ണമായിട്ട് ബിനീഷ് കോടിയേരി ടാക്സ് അടച്ചിട്ടും ഉണ്ടായിരുന്നു. ബിനീഷ് അങ്ങോട്ട് കൊടുത്ത പണം തിരിച്ച് ₹1 പോലും ബിനീഷിന്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല. അതാണ് ബിനീഷ് കോടിയേരിയുടെ പേരിലുള്ള കള്ളപ്പണ ഇടപാട് കേസ് മുന്നോട്ട് പോകാതെ തുടർ നടപടി ഉണ്ടാകാതെ ഇരിക്കുന്നത് എന്നാണ് വിവരം. ഇനി പണം എവിടെ നിന്നാണ്? ബിനീഷ് കൊടുത്ത പൈസയ്ക്ക് കൃത്യമായി ഉറവിടം കാണിക്കാൻ പറ്റിയിരുന്നു. വായ്പ എടുത്ത് ഈ റെസ്റ്റോറന്റ് ബിസിനസ് തുടങ്ങാൻ നൽകിയതാണ് എന്നാണ് കോടതിയിൽ ബോധ്യപ്പെടുത്തിയത്. എന്നാൽ വീണ CMRLുമായി ബന്ധമുള്ള കമ്പനിയിൽ നിന്നും വാങ്ങിയ പണം തിരിച്ചു നൽകിയതിന്റെ ഉറവിടത്തെ പറ്റി കൃത്യമായ മറുപടിയില്ല എന്നാണ് വിവരം. തിരിച്ചു കൊടുത്ത പണത്തിന്റെ ഉറവിടം ചോദ്യചിഹ്നമാണ് എന്നതാണ് വീണയുടെ കുരുക്ക്. വീണയ്ക്കെതിരെ ആക്ഷേപം വന്നപ്പോൾ അച്ഛനായ പിണറായി വിജയനെ പറ്റി പരാമർശിച്ചിട്ടുണ്ട് എന്നും അത് പിണറായിയെ ലക്ഷ്യം വെച്ചാണ് എന്നുമാണ് വീണയ്ക്ക് വേണ്ടി പ്രതിരോധം തീർക്കാൻ CPM പറഞ്ഞ ന്യായം. ബിനീഷിന്റെ കുറ്റപത്രത്തിലും രാഷ്ട്രീയക്കാരനായ അച്ഛനെ കുറിച്ച് പറയുന്നുണ്ട്. ജാമ്യാപേക്ഷയുടെ വാദത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിരന്തരമായി പറഞ്ഞിരുന്നതും കോടിയേരി ബാലകൃഷ്ണനെ പറ്റിയാണ്. എന്നാൽ ബിനീഷിന്റെ കേസിൽ വ്യക്തിപരമായ പ്രശ്നം എന്നാണ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ എടുത്തു പറഞ്ഞ കാര്യം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന 10 വർഷക്കാലം വീണ നടത്തിയ വിദേശയാത്രകളും താമസവും സ്വന്തം ചിലവിലാണെന്നാണ് അവകാശപ്പെടുന്നത്. എന്നാൽ അതിനുള്ള പണം എവിടെ നിന്നാണ് എന്നും EDയെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം വീണയ്ക്കുണ്ട്. അത് ഇതുവരെ ചെയ്തിട്ടില്ല. ബിനീഷ് കോടിയേരിയുടെ കേസിൽ അറസ്റ്റ് ചെയ്തതിനു ശേഷമാണ് വീട് റെയ്ഡ് ചെയ്തത്. ഇവിടെ SFIയുടെ പ്രതിപട്ടികയിൽ 11ാം പ്രതിയാണ് വീണ. ബിനീഷിന്റെ കേസ് നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നതുവരെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുകയോ മറ്റു നടപടികൾ എടുക്കുകയോ ചെയ്തിരുന്നില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാകുന്ന വീണ അഗ്നിശുദ്ധി വരുത്തി ആരോപണത്തിൽ നിന്നും മുക്തയാകുമോ എന്നാണ് CPM അണികൾ ഉറ്റുനോക്കുന്നതും പ്രാർത്ഥിക്കുന്നതും.